ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു പർച്ചേസിങ് വ്ളോഗാണ്. ഞങ്ങൾ മന്ത്ലി പർച്ചേസിനായിട്ട് പോകുന്നത് രാമനാട്ടുകരയിലുള്ള ഭാരത് സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. ഇതൊരു ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബിസി ഷോപ്പാണ്. ഹോൾസെയിലിലുള്ള ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് എപ്പോഴും ബിസി ആയിരിക്കും. അപ്പോൾ ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ ഏട്ടൻ്റെ തലയിലിട്ടിട്ട് ഞാൻ മെല്ലെ ഷൂട്ടിങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. കാരണം സാധാരണ ഏട്ടൻ തന്നെയാണ് പർച്ചേസിന് വരാറുള്ളത്. ഞാൻ ലിസ്റ്റ് എഴുതി കൊടുക്കുക എന്നുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ഒക്കെ ഭദ്രമായിട്ട് വാങ്ങി വീട്ടിലെത്തിക്കുക എന്നുള്ളത് മൂപ്പര ഹെഡേക്കാണ്. അപ്പം ഇന്ന് ഞാൻ അതിന് ഭംഗമൊന്നും വരുത്താതെ മൂപ്പർക്ക് തന്നെ കൊടുത്തു. ഞാൻ നേരെ ഷൂട്ടിങ്ങിലേക്ക് കടന്നു. പിന്നെ അങ്ങനെ കറങ്ങി തിരിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു കൊതുകുതിരി വാങ്ങാൻ ഓർമ്മിപ്പിക്കേണ്ടതെന്ന് അത് ലിസ്റ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് കൊടുത്തു. പിന്നെ മക്കൾക്കൊരു ക്ലൈൻ്റത് കണ്ടു ഞാൻ. അപ്പോൾ അതൊന്ന് വാങ്ങി. ഏകദേശം ഞങ്ങൾ പർച്ചേസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടോ. ലിസ്റ്റിൽ നോക്കുക, നേരെ സംഭവങ്ങൾ എടുത്തിടുക, അത്രയേ ഉള്ളൂ. ഏട്ടൻ അങ്ങനെയാണ്, കൂടുതൽ നോക്കാറില്ല, കുറച്ച് നോക്കാറില്ല. ലിസ്റ്റിൽ എന്തൊക്കെയുള്ളത് അത് കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് എത്തിക്കോളും. അപ്പോൾ ഏകദേശം കഴിഞ്ഞ് നമ്മൾ ബില്ലിങ്ങിലേക്ക് കടന്നു കേട്ടോ. എല്ലാം നല്ല തിരക്കായതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു നമ്മുടെ ടേൺ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ നോക്കി അവർ ബില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്നെ പാക്ക് ചെയ്ത് തരും കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് തരും. സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ കവറിലും, വെളിച്ചെണ്ണയൊക്കെ വേറെ കവറിലും, അങ്ങനെയൊക്കെ ആയിട്ട് അവരെന്നെ സെപ്പറേറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് തരും. വെളിച്ചെണ്ണയുടെ വില കണ്ടപ്പം കണ്ണിൽ കൂടെ തീപ്പൊരി പാറിയിട്ടോ. ഇവിടെ നിന്ന് എത്രയാണ് വാങ്ങിയത് അറിയോ? 426. MRP 502, 526 എത്രയാണ് ഓർമ്മയില്ല. ഏതായാലും 400ക്കാണ് വാങ്ങിയത്, 400 and something. അപ്പോൾ ഏതായാലും ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മളിനി നേരെ വീട്ടിലേക്കാണ്. വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഹെഡേക്കാണ്. ഒക്കെ തരംതിരിക്കുക, പാത്രത്തിലാക്കുക, അതാക്കുക, ഇതാക്കുക, അങ്ങനെ. ഏകദേശം ഇതാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ള മൊത്തം സാധനങ്ങൾ. ഏകദേശം 2000 സംതിങ് ആയി ഇതൊക്കെ വാങ്ങി വന്നപ്പോഴത്തേനും. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിയത്. ആദ്യം തന്നെ പഞ്ചസാര. മഴ ആയതുകൊണ്ട് തന്നെ പഞ്ചസാരയ്ക്ക് നല്ല ചിലവാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ചായ ഉണ്ടാക്കി കുടിക്കും, തണുപ്പ് കാരണം. പിന്നെ ബ്രെഡ് വാങ്ങി. പിന്നെ ചായപ്പൊടി 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുപ്പിയിലാക്കി കഴിഞ്ഞിരുന്നു, അതുകൊണ്ട്. പിന്നെ ശർക്കരയ്ക്ക് ഇവിടെ നല്ല ചിലവാണ്. കാരണം ഞാൻ ചിലപ്പം കപ്പി ഉണ്ടാക്കും, പിന്നെ അട, അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ. പിന്നെ കോൺഫ്ലോർ, വെളിച്ചെണ്ണ വാങ്ങി 1 ലിറ്റർ. പിന്നെ മമ്പയർ തേങ്ങ ശർക്കരയും കൂട്ടി കഴിക്കാൻ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം, അത് കുറച്ചധികം വാങ്ങി. ചെറുപയർ അങ്ങനെ തന്നെ, പക്ഷേ ചെറുപയറായിട്ട് മുളപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് അത് കുറച്ചധികം വാങ്ങി, 1.5 കിലോ വാങ്ങിയിട്ടോ. പിന്നെ ഉഴുന്ന്, പുട്ടുപൊടി ഇപ്പോൾ വീട്ടിൽ നിന്ന് പൊടിപ്പിക്കുമ്പോൾ എന്തായാലും നന്നാവില്ല, എന്താണാവും. പിന്നെ കടല 1 പാക്കറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട് ചെറിയ പാക്കറ്റേ വാങ്ങിയുള്ളൂ. ഗ്രീൻ പീസ് വാങ്ങി. പിന്നെ പരിപ്പ് ഇവിടെ വേഗം തീർന്നുകൊണ്ട് അതുകൊണ്ട് കുറച്ചധികം വാങ്ങി. പിന്നെ കുട്ടികളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ചിക്കൻ നൂഡിൽസിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടോ. കാരണം ഏതെങ്കിലും മടി പിടിച്ച സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബണ്ണ് വാങ്ങി. മോൾക്ക് എന്താ പറയുക, ഇത് വേണമെന്ന് പറയുന്നു, സാൻഡ്വിച്ച്. അപ്പോൾ അതിന്. പിന്നെ പാലിൻ്റെ കൂടെ കഴിക്കാൻ ബൂസ്റ്റ് വാങ്ങിച്ചു. പിന്നെ കോൾഗേറ്റ്, പിന്നെ കായത്തിൻ്റെ പൊടി, പിന്നെ ബിരിയാണി മസാല ഞാനിങ്ങനെ പൊടിക്കാറാണ് പതിവ്, വാങ്ങലില്ല പാക്കറ്റോടെ പൊടി. പിന്നെ ഇത് നമ്മൾ കൊതുകുതിരി കേട്ടോ, നല്ല സംഭവമാണ്, നല്ല എഫക്റ്റാണ്. പിന്നെ കാശ്മീരി മുളക് വാങ്ങിയത്, ഞാനിത് വാങ്ങി പൊടിപ്പിക്കാറാണ് പതിവ്. സാധാരണ കാശ്മീരി പൊടിയായിട്ട് വാങ്ങാറില്ല. പിന്നെ നല്ലെണ്ണേൻ്റെത് വാങ്ങി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ക്ലേ മക്കൾക്ക് വാങ്ങിയത്, അതവരെ കാണിച്ചിട്ടില്ല, ഇനി വേണം കാണിക്കാൻ. പിന്നെ വാങ്ങിയത് സോപ്പ്, കുളിക്കുന്ന സോപ്പും വാങ്ങി. പിന്നെ പാത്രം കഴുകാനുള്ളത് വാങ്ങി. പിന്നെ വാഷിങ്ങിനുള്ള സാധാരണ നമ്മൾ ഇവിടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങാൻ, അത് കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ ഓഡോണിൽ ഷാമ്പൂ,